നമ്മുടെ മഴയും കാറ്റും പടച്ചോനെ ഇനി എല്ലാവർക്കും അറിയാം എന്ത് സംഭവിക്കുമെന്ന്. ഫുള്ള് കാറ്റും മഴയും കേട്ടോ. മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ കാബോ, ആ റെഡ് മാർക്ക് ചെയ്തേക്കുന്നതാണ് കാബോ പത്തംഗോ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അവിടെ നിന്നാണ് ട്രാവൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇത്രയും ട്രാവൽ ചെയ്യണം. കണ്ടോ, ഇത് കാബോ പത്തംഗ, അവിടുന്ന് ഇക്കറ്റോസിലോട്ട്. ഇതാണ് ഇക്കറ്റോസ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിച്ച് ഹൈക്കിംഗ് നോമാഡ് മാഹിൻ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നാടോടികളെയൊക്കെ പോലെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ട്രാവലിംഗ് ശൈലി നമ്മളിലോട്ട് ആദ്യം എത്തിച്ച പുള്ളി ഇദ്ദേഹമാണ്. ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ബാക്ക് പാക്കർ അരുണിമയൊക്കെ ട്രാവൽ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് മുമ്പ് ട്രാവൽ ചെയ്തിട്ടുള്ളതായിരുന്നു, പിന്നെ അടിച്ചു പിരിഞ്ഞ് പോയത് കണ്ടാണ്. പക്ഷെ മാഹിന്റെ ട്രാവലിംഗ് കുറച്ചും കൂടെ അഡ്വഞ്ചറാണ്. പുള്ളി മാരക റിസ്ക് എടുത്തിട്ടുള്ള പരിപാടിയാണ്. ഭയങ്കര സഹനശേഷിയാണ്. അവൻ എവിടെയും സർവൈവ് ചെയ്യുന്ന ഒരുത്തനാണ്. പുള്ളിക്കാരൻ ഇപ്പം പെറുവിലാണ്. ലാസ്റ്റ് ഒരു 10 എപ്പിസോഡ് പെറു ആമസോൺ കാടുകൾ, ആമസോണിൽ കൂടെ ഉള്ള ആ ഒരു ട്രാവല്, അവിടെയുള്ള സ്ഥലങ്ങളുടെ എക്സ്പ്ലോർ, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ലാസ്റ്റ് ഒരു 10 വീഡിയോസ് ആയിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റാണ്. പുള്ളിക്കാരൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ലാസ്റ്റ് ഡേ വന്ന പോസ്റ്റ്. മാഹിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഫ്ലൈനിലാണ്. അദ്ദേഹത്തിൽ നിന്ന് അപ്ഡേറ്റുകളൊന്നുമില്ല. അദ്ദേഹം സുരക്ഷിതനായിരിക്കാം, ഇന്റർനെറ്റ് ഇല്ലാത്ത യാത്ര ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ അപകടകരമായ ആമസോണിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. അദ്ദേഹം ഉടൻ സുരക്ഷിതനായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് ബ്രാക്കറ്റിൽ മാഹിൻ യാത്രയുടെ 2ാം ദിവസം സൃഷ്ടിച്ച ഒരു ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റാണിത്. എന്നിട്ട് വേർ ഈസ് നോമാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങാടത്തിന്റെ പടവും കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഈ വീഡിയോ കുറച്ച് ലെന്തി ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ പെറുവിൽ സഞ്ചരിച്ച ഈ 10 ദിവസത്തെ യാത്രയെ പറ്റി പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു 10 ദിവസത്തെ എപ്പിസോഡിന്റെ ഒരു ചുരുക്കം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. സമാനമായിട്ടുള്ള ഒരു പോസ്റ്റ് പുള്ളിക്കാരന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ റിയോ നാപ്പോ എന്ന് പറയുന്ന, ഇവൻ ഈ സഞ്ചരിച്ചുകൊണ്ട് പോകുന്ന റിവറിന്റെ പേരാണ് നാപ്പോ റിവർ. ഇത് ഷെഡ്യൂൾ ചെയ്ത് വെച്ച പോസ്റ്റാണ്. ആളുകൾ പാനിക്കാവും, എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ഇനി ഈ പോസ്റ്റ് ഇടാനുള്ള സാഹചര്യം, ഇവനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലോട്ട് വരാം. പെറുവിലെ ലാറ്റീഷ്യയിൽ നിന്ന് ഇക്കറ്റോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പുള്ളിക്കാരൻ ഒരു യാത്ര നടത്തുന്നുണ്ട്. ഇക്കറ്റോസിൽ നിന്ന് കാബോ പത്തംഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഈ യാത്രകളെല്ലാം ബോട്ടിലും 2, 3, 4 ദിവസങ്ങളൊക്കെ എടുത്തിട്ടാണ് ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തായിട്ട് യാത്ര ചെയ്യുന്നത്. ഇക്കറ്റോസിൽ നിന്ന് ഈ കാബോ പത്തംഗയിലോട്ട് ചെന്നെത്തിയ ഈ മാഹിൻ അവിടെ വെച്ച് 2 സുഹൃത്തുക്കളെ കണ്ടെത്തുന്നു. ഒരാൾ ഇക്വഡോറുകാരൻ, ഒരാൾ നെതർലൻഡുകാരൻ. എന്നിട്ട് മാഹിൻ ഇവരുടെ അടുത്തൊരു ഐഡിയ പറയുകയാണ്, നമുക്ക് ഈ കാബോ പത്തംഗയിൽ നിന്ന് ഇക്കറ്റോസിലോട്ട് തിരിച്ച് ഒരു ചങ്ങാടം ഉണ്ടാക്കി റാഫ്റ്റ് ചെയ്ത് പോകാമെന്ന്. അങ്ങനെ ചങ്ങാടം ഉണ്ടാക്കി റാഫ്റ്റ് ചെയ്ത് ഇവർ പോകാൻ തീരുമാനിക്കുന്നു. ഓൾമോസ്റ്റ് ഒരു 15 ഡേയ്സ് വേണം ഈ കാബോ പത്തംഗയിൽ നിന്ന് ഇക്കറ്റോസിലോട്ട് എത്താൻ വേണ്ടിയെന്ന് മാഹിന്റെ വീഡിയോ അത് പറയുന്നത്. 300+ കിലോമീറ്റേഴ്സ് ഉണ്ട്. ഈ പോകേണ്ട വഴി ആമസോൺ റിവർ, നല്ല കറണ്ട് ഉണ്ട്, എന്ന് വെച്ചാൽ നല്ല ഒഴുക്കുണ്ട്, മഴയുണ്ട്, ആമസോൺ കാടുകളാണ്, എന്തൊക്കെ സംഭവിക്കാമെന്ന് നോ ഐഡിയ. അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രാവലാണ്, ഒരു വേ ആണ്. ഫസ്റ്റ് ദിവസം ഇവര് ഈ ഒരു ചങ്ങാടത്തില് യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടെ നിന്നിട്ടാണ് ഈ ലാസ്റ്റ് വീഡിയോ, ദ റാഫ്റ്റിംഗ് ത്രൂ ദ ഡേഞ്ചറസ് ആമസോൺസ് എന്ന് പറഞ്ഞിട്ട് 4 ദിവസം മുമ്പ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ 5 ദിവസം മുമ്പ് 6 ദിവസം മുമ്പ് എല്ലാം വീഡിയോ വന്നിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഒരു വീഡിയോയും വന്നിട്ടില്ല. ഇവർ പോകുന്ന വഴിയിൽ വൈഫൈ ഇല്ല, നെറ്റ് കണക്ഷൻസ് ഒന്നുമില്ല. ആ ഒരു ഗ്രാമത്തിൽ എത്തിയ സമയത്താണ് ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്, ഈ ഒരു വീഡിയോ, ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എത്തിയോ ഇല്ലയോ, ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഇവന്റെ ഈ ഒരു യാത്രയെ പറ്റി പറയാം. ഈ കാണുന്ന കപ്പല് ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഞാൻ ഈ പെറുവിലൂടെ ആമസോൺ നദിയിലൂടെ 3 ദിവസമുള്ള ബോട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ആദ്യത്തെ ദിവസം. ഇതായിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് ദിവസത്തെ കാര്യങ്ങൾ. ഈ ലറ്റീഷ്യ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇക്കറ്റോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 ദിവസം എടുക്കും ആ ബോട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പോകുന്ന വഴിക്ക് പുള്ളിയുടെ ക്യാമറയും ആരാണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഒരബദ്ധം പറ്റിയോട്ടോ, എന്റെ ക്യാമറ ആരോ അടിച്ചുകൊണ്ട് പോയി. ഞാൻ അവരോട് പുറത്തു പോയില്ലേ, ഇവിടെ ക്യാമറ വെച്ചിട്ട് ഈ ക്യാപ്റ്റൻ്റെ അടുത്ത് കൊടുത്തിട്ട് പുള്ളിക്കാരൻ എവിടെയോ പോയപ്പോൾ ഈ 2-3 ബോട്ട് ഒരുമിച്ച് കിടന്ന് ആ സമയത്ത് ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി കേട്ടോ. എനിക്ക് കരച്ചിലും മറന്ന്. ഈ ലിറ്റേഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇക്കറ്റോസിലോട്ട് പോകുന്ന സമയത്ത് ബോട്ട് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഈ പോകുന്ന വഴിയിലൊക്കെ ഓരോരോ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം, അത്യാവശ്യം ടൗണുകൾ കാണാം. അപ്പോൾ ഈ ബോട്ട്
ആ കരയിലോട്ട് അടുപ്പിക്കും. എന്നിട്ട് അവിടുന്ന് ആളുകളെ കയറ്റും. കുറച്ച് സമയമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇവൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ ഗ്രാമത്തിലുള്ള കാഴ്ചകളൊക്കെ പകർത്തുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഇതിനിടയ്ക്ക് ആ ക്യാമറ അവിടെ വെച്ചിട്ട് പോയി. എന്നിട്ടാണ് പുറത്തോട്ട് പോകുന്നത് കറങ്ങാൻ വേണ്ടിയിട്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ക്യാമറ അടിച്ചുകൊണ്ട് പോയി. ആമസോൺ കാടുകളിലൂടെയുള്ള 60 മണിക്കൂർ നീണ്ട ബോട്ട് യാത്ര തുടരുകയാണ്. 1-ാം ദിനം കഴിഞ്ഞു, 2-ാം ദിനം കഴിഞ്ഞു, ഇന്നത്തേത് 3-ാമത്തെ ദിനമാണ്. പലയിടങ്ങളിലും നിർത്തി പല സാധനങ്ങളും വണ്ടിയിൽ കയറ്റി ബോട്ട് യാത്ര തുടങ്ങുകയാണ്. പലയിടങ്ങളിൽ പല ആളുകൾ ഇറങ്ങുന്നുണ്ട്, പലയിടങ്ങളിൽ നിന്ന് പല ആളുകൾ കയറുന്നുമുണ്ട്. ഈ കാണുന്ന 60 മണിക്കൂർ നീണ്ട യാത്രയിൽ ഞാൻ കാണുന്നതെല്ലാം ആമസോൺ കാഴ്ചകളാണ്. സോ കണ്ടില്ലേ, ഈ രീതിയിലാണ് ഇവൻ സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പല പല കാഴ്ചകൾ കാണാം. ആൻഡ് ഫൈനലി മാഹിൻ ഇക്കറ്റോസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തുകയാണ്. അടുത്ത ദിവസം രാവിലെയായി. എൻ്റെ 3 ദിവസത്തേക്കുള്ള ബോട്ട് യാത്രയ്ക്ക് ഇവിടെ അന്ത്യം കൊള്ളുകയാണ്. നമ്മുടെ ഡക്കിലുള്ള ആളുകളെല്ലാം ഹാമോക്കൊക്കെ ഊരി പോയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കാരൊക്കെ വന്ന് വിളിക്കാൻ വേണ്ടി വന്നു. ആലിംഗനവും സ്നേഹപ്രകടനവും ഒക്കെ കാണാമായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ പോർട്ട്. ഞാനിനി പോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങണം. അവരെല്ലാവരെയും ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഇക്കറ്റോസ് എന്ന് പറയുന്ന സ്ഥലം അത്യാവശ്യം നല്ലൊരു പട്ടണമാണ്. പട്ടണമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ടൗണാണ്, പക്ഷെ വലിപ്പമാണ് കേട്ടോ. ആമസോണിലെ വൺ ഓഫ് ദ ഒരു വലിയൊരു ടൗണാണ് ഈ കാണുന്ന ഇക്കിത്തോസ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് മാളുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടിട്ട് ഇവൻ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അതും ബോട്ടിലാണ് പോകുന്നത്. അങ്ങനെ ആമസോണിനടുക്കുള്ള നമ്മുടെ കുയാനയിൽ നമ്മൾ ഇവരുടെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഈ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് കഴിഞ്ഞാലും പരിചയക്കാരുണ്ട് എന്നുള്ളതാണ്. ഏതോ ഒരു ട്രാവൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടിലോട്ടാണ് പോയി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലൂയിസിനെ ഞാൻ പരിചയപ്പെടുന്നത് കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്മ്യൂണിറ്റി വഴിയാണ്. അവൻ ആദ്യമായിട്ട് ഈ കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ അവനെ ഞാൻ റിക്വസ്റ്റ് ചെയ്യിച്ചു. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി വരുന്നത്. ഹോല, അത് ചെറിയൊരു കുഗ്രാമമാണ്. അവിടെ നെറ്റും കാര്യങ്ങളൊന്നുമില്ല. കൂടുതൽ ആൾക്കാരും വെള്ളമടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. നമ്മുടെ നാട് പോലെ വളരെ നാട്ടുംപുറമായിട്ടുള്ള ഒരു സ്ഥലം. ഞാൻ അവിടെ ചെന്നിട്ട് അവന്റെ സുഹൃത്തുമായിട്ട് എഗെയിൻ ഇവൻ ഈ ഇക്വിറ്റോസ് എന്ന് പറയുന്ന ആ ഒരു ടൗൺ റീജിയനിലോട്ട് വരികയാണ്. ബൈ. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ നേരെ തിരിച്ചു പോവാണ്. കാരണം അവൻ സിറ്റിയിലോട്ട് പോകുന്നു. അപ്പം ഞാനും അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞോ സിറ്റിയിലാണെങ്കിൽ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാം. ഇക്വിറ്റോസിലോട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ പറയുന്ന കാബോ പത്തങ്കോ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ട് പുള്ളിക്കാരൻ ബോട്ട് മാർഗം പോകാൻ തീരുമാനിക്കുന്നത്. ഒരു ചെറിയ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോട്ടിനകത്താണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഇക്കിത്തോസ് എന്ന് പറയുന്ന ആമസോണിന്റെ നടുക്കത്തുള്ള ഏറ്റവും വലിയ ടൗണിൽ നിന്ന് കാബോ പത്തൻഹ എന്ന് പറയുന്ന നമ്മുടെ എക്വഡോർ ബോർഡറിന്റെ ഭാഗത്തോട്ടുള്ള യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ മറ്റൊരു ഫാസ്റ്റ് ബോട്ട് പോവാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഈ ഇക്വിറ്റോസിൽ നിന്നിട്ട് കാബോ പത്തങ്കോ എന്ന് പറയുന്ന ചെറിയൊരു പട്ടണത്തിൽ എത്തിച്ചേരുകയാണ്. ഈ കാബോ പത്തങ്കോ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇക്കഡോറിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്രയേ ഉള്ളൂ ഈ സ്ഥലം എന്ന് പറയുന്നത്. കണ്ടില്ല, ഇതിന്റെ തൊട്ടടുത്താണ് ഈ വൈറ്റ് ലൈൻ. കണ്ടോ, ഇത് ഇക്കഡോറാണ്. ഈ പെറു, അതിന്റെ അപ്പുറത്ത് ഇക്കഡോർ. കണ്ടില്ലേ, ഇവന് ഈ കാബോ പത്തങ്കയിൽ നിന്ന് ഇക്കഡോറിലോട്ട് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട് പുള്ളിക്ക്. ഫൈനലി 2 ദിവസത്തിന് ശേഷം നമ്മുടെ കാബോ പത്തൻഹ എന്ന് പറയുന്ന നമ്മുടെ ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ പെറുവിൻ്റെ എമിഗ്രേഷനൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് വേണം നമുക്ക് എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ചിട്ട് ഇനി എക്വഡോറിലോട്ട് ഇതുപോലുള്ള ചെറിയ ബോട്ടിൽ 1 മണിക്കൂർ യാത്ര ചെയ്ത് ബോർഡറിലെത്താനായിട്ട്. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ വന്നത്. സമയം 5 മണിയായി. സോ ഇവിടുന്ന് ഇക്കഡോറിലോട്ട് പോകുന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ അവന് ഇക്കഡോറിലോട്ട് പോകാനുള്ള ട്രാവൽ വിസ ഇല്ല. ഇല്ലീഗലായിട്ട് അവിടെ പോകാനുള്ള പ്ലാനിലായിരുന്നു അണ്ണൻ വന്നത്. ഈ കാബോ പത്തങ്കയിലോട്ട് വന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ അതായിരുന്നു. ഈ കാബോ പത്തങ്കയിൽ വെച്ചിട്ടാണ് 2 സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നത്. ഇവന്മാരുമായിട്ടാണ് ഇവൻ ചങ്ങാടത്തിൽ തിരിച്ച് ഈ കാബോ പത്തങ്കയിൽ നിന്ന് ഇക്കറ്റോസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ഇവിടെ ഞാൻ 2 പയ്യന്മാരെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുത്തൻ നെതർലാൻഡുകാരനും ഒരുത്തൻ എക്വഡോറുകാരനും. അവന്മാർ ബിയർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ സിൻ മോട്ടോ mi hablar. Bien, yo dije más, pero te expliqué era por esa ruta que yo me metí a las quebradas y todo. ഞാൻ ഇവിടെ 2 പയ്യന്മാരെ കണ്ടു. അവന്മാരെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാടാ, നമുക്കൊരു കയാക്ക് ഉണ്ടാക്കിയിട്ട് ആമസോൺ നദി കൂടെ പോവാം. ഇവർക്ക് പേടി കേട്ടോ, 2 പേടി. അതിൽ ഏറ്റവും പേടിത്തൊണ്ടവനാണ് താണ്ട് ഇവിടെ നിൽക്കുന്നത്. അവൻ കൈമാരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വാ പോവാന്ന്. ഈ ഐഡിയ ഇവന്റെയാണ്. ചങ്ങാടം ഉണ്ടാക്കിയിട്ട് ആമസോൺ നദിയിലൂടെ തിരിച്ചു പോകാൻ. ഇവര് വന്ന റൂട്ടിൽ കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അത് നിങ്ങൾ ഓർക്കണം. ഈ ബോട്ട് സഞ്ചാരമുള്ള വഴി തന്നെ. എക്വഡോറിലോട്ട് പോവാണ്. ബോട്ട് എടുത്തിട്ട് എക്വഡോറിൽ പോയിട്ടോട്ട് വരാം. ആക്ച്വലി ഒരു പ്ലാൻ ഉണ്ട്.
ഞാൻ എക്വഡോറിൽ പോകാനുള്ള കാരണം എനിക്കൊരു കാര്യം ചെയ്യണം. അവിടെ പോയിട്ട് എക്വഡോറിൽ പോയിട്ട് എൻ്റെ പ്ലാൻ എക്വഡോർ പോയിട്ട് വീണ്ടും പെറു കയറാനായിരുന്നു. പക്ഷെ ഇന്നലെ ഇവന്മാരെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒരു ഐഡിയ മാർക്ക് കൊടുത്തു. നമുക്ക് ഈ ആമസോൺ റിവർ വഴി നമുക്ക് കയാക്കിങ് ചെയ്താലോ, കയാക്കിങ് അല്ല, ഒരു ഇതിനെന്താ പറയുന്ന റാഫ്റ്റിന് മലയാളത്തിൽ എന്താ പറയുന്നത്, ചങ്ങാടം ഉണ്ടാക്കിയിട്ട് അത് പോയാലോ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പേടി കേട്ടോ. ഞാനിപ്പോൾ ഈ മൂപ്പിച്ച് കുറേ ഇൻസ്പയർ ചെയ്ത് ഒരു ലോക്കലൊക്കെ കണ്ടു. അപ്പോൾ ലോക്കൽ പറഞ്ഞു അത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവന്മാർക്ക് ഓക്കെ ആയി. അങ്ങനെ ഞാൻ അവന്മാരെ ഇൻസ്പയർ ചെയ്ത് നമ്മൾ ഇന്ന് വഞ്ചിയല്ല ചങ്ങാടം ഉണ്ടാക്കി നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ആദ്യം എക്വഡോറിൽ പോകും. എക്വഡോറിൽ പോയിട്ട് എൻ്റെ ഒരു ആവശ്യം തീർത്തിട്ട് ഞാൻ തിരിച്ച് ഇവിടെ തന്നെ വരും. സംഭവം മനസ്സിലായല്ലോ, ഇതാണ് കാര്യം. ഇവൻ തന്നെയാണ് അവന്മാരെ മൂപ്പിച്ച് ഈ പരിപാടിക്ക് നിൽക്കുന്നത്. ഇത് കാണുന്ന നമ്മൾ ഇവിടെ ചോദിക്കും, ഇവനെന്താണ് പ്രാന്താണോ? കാര്യം ഇവനെടുക്കുന്ന റിസ്ക് ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവന് പ്രാന്ത് തന്നെയാണ്. ഇവന് ഈ സാധനം തലയ്ക്ക് പിടിച്ചേക്കാണ്. ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ട് ഇവൻ ഈ ഒരു കാര്യത്തിനകത്ത്. ഞാൻ ഒരു സത്യം പറയട്ടെ. ആ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറി വിളിക്കുമെന്ന് അറിയില്ല. തെറി വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുവാണ്, ഞാൻ ഈ രാജ്യത്തോട്ടുള്ള വിസ ഇല്ല കേട്ടോ. ഞാൻ പെറുന്ന് എക്സിറ്റ് അടിച്ചിട്ടില്ല. ഞാനിവിടെ എനിക്ക് വിസ ഇല്ല, ഇവിടെ വരാൻ പറ്റൂല. ഞാൻ 1 മണിക്കൂർ യാത്ര ചെയ്ത് ഏകദേശം 30 കിലോമീറ്റർ കഴിഞ്ഞ് ഞാനിവിടെ ബോർഡർ കയ്യിൽ വന്നിട്ടുണ്ട്. ഞാനൊരു ടൗണിലെത്തിയിട്ടുണ്ട്. എൻ്റെ ആക്ച്വലി യഥാർത്ഥ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പിന്നെ യാത്ര ചെയ്ത് ഒരു 4-5 ദിവസം യാത്ര ചെയ്തിട്ട് പെറുവിൽ തിരിച്ച് കയറാനായിരുന്നു വേറെ ഒരു വഴി. ബട്ട് അത് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. കാരണം ഞാനൊരു ബോട്ട് ഉണ്ടാക്കിയിട്ട്, നമ്മുടെ ചങ്ങാടം ഉണ്ടാക്കിയിട്ട് ഞാൻ ആമസോൺ നദിയിൽ കൂടെ, ആമസോൺ ഫോറസ്റ്റിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകും കേട്ടോ. ഇവനെ സമ്മതിക്കണം കേട്ടാ. വിസ പോലും ഇല്ലാതാണ് ആ രാജ്യത്തോട്ട് വന്നത്. എന്നിട്ട് ഇവനിനകത്ത് പറയുന്നുണ്ട്, ആ ചങ്ങാടത്തിന്റെ പ്ലാൻ ഇല്ലായിരുന്നെങ്കിൽ ഇക്വഡോറിലോട്ട് ഇല്ലീഗലായിട്ടാണ് അല്ലെങ്കിൽ വിസ ഇല്ലാതാണ് വരുന്നതെന്ന് നമ്മുടെ അടുത്ത് പറയത്ത് പോലും ഇല്ലായിരുന്നു. അവൻ സാധാരണ എല്ലാ രാജ്യത്തും കറങ്ങുന്നതിന്റെ കൂട്ട് അതും ചുറ്റി നടന്ന് 5 ദിവസം നമ്മളെ കാണിച്ചേനെ. ഇതിപ്പോ ആ ചങ്ങാടത്തിന്റെ പ്ലാൻ ഉണ്ടായതിന്റെ പേര് മാത്രമാണ് ഇക്വഡോറിലോട്ട് ജസ്റ്റ് വന്ന്, എന്തിനാണ് വന്നതെന്ന് അറിയുന്നൊന്നുമില്ല, ജസ്റ്റ് വന്നിട്ട് അവൻ തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇവന് വേറൊരു ഭാഗ്യമുണ്ട്. എന്താണെങ്കിലും ഇവൻ ഇക്വഡോറിൽ ചെല്ലുന്ന സമയത്ത് ഇവനെ അവിടുത്തെ പട്ടാളം പൊക്കുന്നുണ്ട്. ദൈവാധീനം കൊണ്ട് ഇവന്റെ അടുത്ത് വിസ ചോദിച്ചിട്ടില്ല. പട്ടാളം വന്നിട്ട് എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് എൻ്റെ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്തു കേട്ടോ. ചിരിക്കുകയാണ് കേട്ടോ. എന്നെ വന്നിട്ടാണ് അമ്മിക്കാരെ ചവരി ചേർത്ത് വെച്ച്. ബോട്ട് വന്നു. ബോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ പോവുകയാണ് കേട്ടോ, പട്ടാളങ്ങൾ. ഈ ബോട്ടിലാണ് ഇവർ പോകാൻ വേണ്ടി പോകുന്നത്. ഈ ബോട്ടിലാണ് ഞാൻ ആക്ച്വലി പോവേണ്ടത്. ഞാൻ എൻ്റെ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഭാഗ്യത്തിന് എൻ്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്തില്ല കേട്ടോ. പാസ്പോർട്ട് ചെക്ക് ചെയ്താൽ പണി കിട്ടും. എന്നെ ഇമാർ പിടിച്ചുകൊണ്ട് പോകും. ഭാഗ്യത്തിന് പാസ്പോർട്ട് ചെക്ക് ചെയ്തില്ല. ഇപ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നു. എനിക്ക് പെട്ടെന്ന് ഇവരെങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഇവരുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് ഇക്വഡോറിൽ നിന്ന് തിരിച്ച് പെറുവിലെ മറ്റേ ക്യാബോ പത്തങ്കോ എന്ന് പറയുന്ന എൻ്റെ മറ്റേ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആ സ്ഥലത്ത് തിരിച്ചെത്തുകയാണ്. ഇതിനുശേഷമാണ് ഈ തിരിച്ചു പോകാനുള്ള ചങ്ങാടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചങ്ങാടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരത്തടി, ഒരു 3-4 മരത്തടി വേണം. ഈ മരത്തടി കട്ട് ചെയ്ത് അത് കൂട്ടിക്കെട്ടി അതിനകത്ത് ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഇനി ഇവർ മരം മുറിക്കാൻ വേണ്ടി പോകുന്നത് കാണാം. നമ്മുടെ മാമൻ നോക്കുവാണ് എവിടെ നിന്ന് മരം മുറിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ കളത്തിനിറങ്ങുവാണ്. വാമോസ് പണി ഇവിടെ ആരംഭിക്കുകയാണ്. ബിസ്മില്ലാ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിനി ഇതിൻ്റെ തൊലി ഉരുവാണ് ഇവിടെ. Uno, dos, tres, vamos. Come on. Vamos. നമ്മുടെ മഴ വെള്ളത്തിൽ കൂടെ ഒരുക്കി പോയി കേട്ടോ. അതോ ഇനി നമ്മുടെ മരത്തിനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഓട്ടം.
Come on, come on. Yes. We put it under it now. It's under it now. Perfect. Yeah. ഇപ്പൊ ഇവർ കയറി കട്ട് ചെയ്ത ഒരു കാടുണ്ടല്ലോ, അവിടെ പ്രത്യേകിച്ച് ചോദിക്കാനും പറയാൻ ആരൊന്നുമില്ല. ലോക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ കയറി ആർക്കും വേണമെങ്കിലും മരം മുറിക്കാം. അതാണ് നിങ്ങൾ പോയി കണ്ടത്. അങ്ങനെ ഒരു മരം ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും വേണം 2-3 മരങ്ങളൂടെ. അപ്പൊ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോക്കൽ ഉണ്ട്. പുള്ളിയുടെ ഏതോ ഒരു റിലേറ്റീവിന്റെ ആ ഒരു പറമ്പിൽ കയറി 2-3 മരം കൂടെ ഇവർ ഒപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ഈ മഹീനാണ്. ആ മഞ്ഞുടുപ്പിട്ട ഇക്കഡോറുകാരനും അത്യാവശ്യം പണിയെടുക്കുന്നുണ്ട്. അത് വേറൊരുത്തരുണ്ട്, അവൻ ഒരു പണിയും എടുക്കത്തില്ല. അവസാനം ഇവന്മാർ തമ്മിൽ തെറ്റുന്നുമുണ്ട്. ഇന്നലെ പോയത് ഫ്രീ ആയിട്ടുള്ള കാട്ടിലായിരുന്നു കേട്ടോ, മരത്തിന് വേണ്ടി. ബട്ട് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ പുള്ളിക്കാരൻ്റെ മോൻ്റെ ആരുടെ സ്ഥലത്തുനിന്നാണ് ഒരു മരത്തിന് അവർ വാങ്ങാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പം 20 സോളസാണ്. 20 സോളസ് എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ ഒരു എത്ര വരും, ഒരു 600 രൂപ കേട്ടോ. ഒരു മരത്തിന് 600 രൂപ. ഈ കാണുന്ന മരം പഴയതാണ്. ബൊനീത്തോ സാധനം കിട്ടിയേട്ടോ, നല്ല തടി, പുതിയ മുറിച്ച് സാധനം. ഇനി ഇതെല്ലാം എടുത്താണ് കേട്ടോ പോകുന്നത്. ആക്ച്വലി അവൾക്കും നമ്മളോട് യാത്ര ചെയ്യാൻ വേണ്ടി വരണം. ഞാനാണ് ആക്ച്വലി തീരുമാനിക്കുന്നത്. അപ്പോൾ കാരണം ഞാൻ 3 പയ്യന്മാരുമായിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു, നമ്മുടെ ഒരു വേറൊരു വൈബിൽ. അപ്പോൾ എനിക്കെന്താ അറിയില്ല കേട്ടോ. നമ്മുടെ 4 തടിയും പിടിച്ചുകൊണ്ട് പോവാണ്. ഒന്നാമത്തത് അവിടെ ഉണ്ട്, 5 എണ്ണമായി. അപ്പൊ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പെങ്കുച്ചൂട് ഉണ്ടായിരുന്നു. ആ പെണ്ണിന് ഇവരുടെ കൂടെ ഈ ചങ്ങാടത്തിൽ ഇക്കറ്റ് ഹൗസിലോട്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ മാഹീനാണ് ഈ ഒരു പ്ലാൻ കൊണ്ടുവന്നത്. ബട്ട് അവന് ആണുങ്ങളുടെ കൂടെ പോകാനായിരുന്നു കംഫർട്ടബിൾ. എന്തായി തീരുമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ആ പെണ്ണിനെ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ മരമെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചങ്ങാടം പണിയലാണ്. ഇനി നമ്മൾ 2 എണ്ണം അങ്ങനെ വയ്ക്കും. എന്നിട്ട് നമ്മുടെ ലാസ്റ്റത്തെ പണികൾ പുരോഗമിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇടവിട്ട് ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്ന് പറയുമ്പം വെള്ളം ഇങ്ങോട്ട് വരാനാണ് കേട്ടോ. അപ്പം നമുക്ക് ഒഴുക്കിലൂടെ അങ്ങ് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ബോട്ടിനെ കൊണ്ട് നമ്മളെ ബാൽസയെ കൊണ്ടുപോയിപ്പിക്കുകയാണ്. ഇവിടെ ഈ മഴയത്തും പണിയെടുക്കുന്നത് ഞാനാണ് കേട്ടോ. അവർ രണ്ടുപേരും പണിയെടുക്കൂല, ഞാനാണ് പണിയെടുക്കുന്നത്. എനിക്ക് എങ്ങനെയും തീർത്ത് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഞാനാണ് ഇത് തുടങ്ങിയത്. ഞാനാണ് അവന്മാരുടെ അടുത്ത് എങ്ങനെയെങ്കിലും പറയിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് പണിയുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരു കാട്ടിലോട്ട് പോവാണ്. മറ്റേ ഇവരുടെ കൂടെ ഒരു ഹെൽപ്പർ ഉണ്ടല്ലോ ലോക്കലായിട്ടുള്ള, പുള്ളിക്കാരൻ്റെ കൂടെ കാട്ടിൽ പോയിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ മുറിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഈ ചങ്ങാടത്തിന്റെ മുകളിൽ ഒരു ഷെൽട്ടർ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതിനകത്ത് മഹീൻ പറയുന്നുണ്ട്, ഇക്കഡോറുകാരൻ ഈ ചങ്ങാടം ഉണ്ടാക്കാൻ വേണ്ടി ക്യാഷ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. മറ്റേ കൂടെയുള്ള ഹോളണ്ടോ നെതർലൻഡോ ആ പയ്യനും ഇവനും മാത്രമാണ് ഈ പൈസയൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ മറ്റേ ആ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ലോക്കലിനും ഒരു ഇന്ത്യൻ റുപ്പി 5000 രൂപയോളം കൊടുക്കുന്നതുമുണ്ട്. ഇവിടുത്തെ 150 കറൻസി. അങ്ങനെ ഇവർ ചങ്ങാടം എല്ലാം കെട്ടി കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു ട്രാവൽ ചെയ്യുന്ന ദിവസം വന്നിരിക്കുകയാണ്. ആമസോൺ കാട്ടിലൂടെയുള്ള നമ്മുടെ നാപ്പോ റിവറിലൂടെയുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് കാപ്പോ പത്തങ്ക, നമ്മുടെ എൻഡ് ചെയ്യുന്നത് ഇക്കിത്തോസ് എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം 350 കിലോമീറ്റർ, 15 ദിവസം എടുത്തേക്കും. അപ്പം ഞാൻ ഈ കാണുന്ന ഇവിടുത്തെ വേസ്റ്റ് ബക്കറ്റിനെയൊക്കെ കഴുകി വൃത്തിയാക്കുക, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇതിന്റെ ഇടയിൽ കൂടെ അവിടുത്തെ ഒരു ആർമിക്കാരനോ പട്ടാളക്കാരനോ എന്താണെന്ന് തോന്നുന്നു, പുള്ളി വന്നിട്ട് ഇവർ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് മറ്റവന്മാർ, ഇവന്റെ കൂടെയുള്ള 2 അമ്മമാർ ഇയാൾക്ക് കൈക്കൂലി കൊടുത്ത് വിടുന്നുണ്ട്. അത് മാഹീൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. മേ ബി ഇതൊക്കെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു മറ്റവന്മാർ തമ്മിൽ ഉടക്കുന്നതിന്റെ റീസണും കാര്യങ്ങളൊന്നും മാഹീൻ ഈ ഒരു വീഡിയോയിൽ എവിടെയും പറയുന്നില്ല. ആൻഡ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. ഒരിക്കലും നിങ്ങളെ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പം നമ്മൾ കുറച്ച് ഇതായിട്ട് തർക്കമായിട്ടിരിക്കുകയാണ് കേട്ടോ. അവൻ ആക്ച്വലി ഒന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഒരുമിച്ച് നമ്മൾ യാത്രയ്ക്ക് തിരിച്ചു. ഇതിനിടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. അവനിത് ഉണ്ടാക്കാതെ തുടങ്ങി. ആദ്യം അവന് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, അങ്ങനെ കുറേ ഇതായി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അഡിയോസ് നോസ് വേമോ. ഇവിടുത്തെ നമ്മുടെ സ്റ്റാർട്ടിങ് കേട്ടോ, ഒന്നും കംപ്ലീറ്റ് ആവാതെ സ്റ്റാർട്ട് ചെയ്യാം. Ciao bro, let's go. Ready? Let's go.
Okay. We go. Aquí. Iquitos. Wow. We are on the way. Flow. Wow. വേറെ ലെവൽ കേട്ടോ. എനിക്കൊന്ന് തുടക്കത്തിലായതുകൊണ്ടായിരിക്കും നല്ല രസമുണ്ട്. അടിപൊളി കേട്ടോ. വേറൊരു എന്താ പറയാ, ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഇമോഷൻസ് ഇതിൻ്റെ ഇടയിൽ കയറി വരുന്നു. ഇതുപോലെ നമ്മൾ അങ്ങോട്ട് നേരെ നോക്കുമ്പോൾ കുറേ പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ ഞാനും അവനുമാണ് കേട്ടോ പാഡൽ ചെയ്യുന്നത്. മറ്റേവൻ ഇത് വെച്ച് നിൽക്കുവാണ്. പോകുന്ന വഴി ഇതുപോലുള്ള കുറേ സ്ട്രഗിൾസ് ഉണ്ട് കേട്ടോ. അതാണ് പ്രശ്നം. നമുക്ക് എപ്പം വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇവിടെ താണ്ടേ നല്ലതുപോലെ കുറേ ഒഴുക്ക് പോകുന്നുണ്ട്. ആ ഒഴുക്കിലോട്ട് നമ്മളും പോവാം. സോ പോകുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ചിലപ്പം ഒഴുക്ക് അൺകൺട്രോൾഡായിട്ട് കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഇവൻ ഈ ഒരു റൂട്ടിലൂടെ വന്ന സമയത്ത് തന്നെ ഈ ബോട്ട് തന്നെ കരയോട് അടുപ്പിച്ചാണ് അവർ കൊണ്ടുപോകുന്നത്. അല്ലാതെ സെൻറ്ററിൽ കൂടെ, ആ ഒരു പുഴയുടെ സെൻറ്ററിൽ കൂടെ ഒന്നും ഓടിച്ചു പോകത്തില്ല. ബോട്ട് തന്നെ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഒരു ചങ്ങാടം, അതും 2 പങ്കായം വെച്ചിട്ട് എത്രമാത്രം ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമാണ്. അത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവർ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവരുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാബോ പത്തങ്കോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇക്വിറ്റോസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് തന്നെ ചെറിയ ചെറിയ വില്ലേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ രാത്രി ആവുന്നതിന് മുമ്പ് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ കഴിഞ്ഞിട്ട് പിന്നെയും ട്രാവൽ ചെയ്യുക. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുക എന്നുള്ള രീതിയിലൊന്നും അല്ലെന്ന് തോന്നുന്നു മാഹിൻ ഇത് പ്ലാൻ ചെയ്തേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ഒരു ബോട്ടിനകത്ത് തന്നെ വെച്ചിട്ട് ഇവർ പല ഗ്രാമങ്ങളിലൊക്കെ നിർത്തിയാണ് വന്നത്. അപ്പം ആ ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ ഈ ഒരു ചങ്ങാടത്തിനകത്ത് എത്രമാത്രം അത് പോസിബിൾ ആകും, അല്ലെങ്കിൽ ഓരോ ഗ്രാമത്തിൽ നിർത്താൻ എത്രമാത്രം പോസിബിൾ ആകും, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് അങ്ങ് എത്തുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഭയങ്കര കൺസേൺസ് ഉണ്ട്. അറിയാവുന്ന വഴിയാണെങ്കിലും അത്യാവശ്യം നല്ല ഡേഞ്ചറസ് ആണ് ആ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. മാഹിൻ തന്നെ പറയുന്നുണ്ട് 350 കിലോമീറ്റേഴ്സ് ഉണ്ട്, 15 ദിവസം എടുത്തേക്കാമെന്ന്. നമ്മുടെ മഴയും കാറ്റും പ്രച്ചോരെ ഇനി എല്ലാവർക്കും അറിയാം എന്ത് സംഭവിക്കുമെന്ന്. ഫുള്ള് കാറ്റും മഴയും കേട്ടോ. ഇവിടെ ഫുള്ള് നമ്മുടെ മഴ നമ്മുടെ ഈ കരയിലെത്തിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കെട്ടണം കേട്ടോ. മഴ വന്നാലുള്ള പ്രശ്നം സൂര്യനും മഴയും കേട്ടോ. ഇന്നാകെ നമ്മൾ പോയത് 5-10 കിലോമീറ്ററിൻ്റെ അകത്തു നിന്നോട്ട് ഇവിടേക്ക് സണ്ണ്. ഇവിടെ നിന്ന് പോയാൽ നമ്മൾ സ്റ്റക്കാവും. ഏതെങ്കിലും ഫസ്റ്റ് ദിവസം അല്ലേ, ഏതെങ്കിലും വീട്ടിൻ്റെ അവിടെ പോയിട്ട് വല്ലോ ഏതെങ്കിലും സ്ഥലം ഗ്രാമത്തിൽ വല്ലോ എത്താൻ വേണ്ടി ശ്രമിക്കാം. ബൾസ ബോയ്സ് റെഡി, ലെറ്റ്സ് ഗോ. അവിടെ ഇന്ന് വിചാരിക്കുന്നതല്ല കേട്ടോ. ആ ഒഴുക്കി നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയുള്ള പാട്, ഇവിടെ എത്താൻ വേണ്ടി നമ്മൾ എന്ത് പിടിച്ചെന്നോ ഒന്നും ക്യാമറയിൽ വരില്ല കേട്ടോ. നമ്മൾ 2 വീട് കണ്ടു, അങ്ങായിട്ട് അവിടെ എത്താൻ വേണ്ടി പറ്റിയില്ല. ലാസ്റ്റ് അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ കഴിഞ്ഞുള്ള ഒരു സ്ഥലത്തെത്തി. ഇനി കാട്ടിലൂടെ ആ വീട്ടിലോട്ട് പോകണം. We have to take our pedal, right? Where is our pedal? Bro, what is this? Something poop, you know? Oh yeah. Come. സംഭവം മനസ്സിലായ? ഇവർ തുഴഞ്ഞു വരുന്ന സമയത്ത് അവിടെ ഒരു ഗ്രാമം കണ്ടു. അന്നേരം അങ്ങോട്ട് അടുപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷെ ഈ കാറ്റും മഴയും ഈ ഹൈ കറണ്ടും കാരണം അവർക്ക് അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റിയില്ല. 1 കിലോമീറ്റർ ഇപ്പുറത്ത് മാറിയിട്ടാണ് അവർക്ക് അടുപ്പിക്കാൻ പറ്റിയത്. അതാണ് ഇതിനകത്തുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ പോലും പെട്ടെന്ന് അടുപ്പിക്കാൻ പറ്റത്തില്ല. ബോട്ട് പോലും സൈഡ് ചേർന്നിട്ടാണ് പോകുന്നത്, ഓരം ചേർന്നാണ് പോകുന്നത്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ കൂടെ ബോട്ട് പോലും വലിയ ബോട്ട് പോലും പോകാറില്ല. അപ്പം ഇതുമായിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം ഇവര് ആ ഒരു ഗ്രാമത്തിൽ അടുപ്പിക്കാൻ നോക്കി, പറ്റിയില്ല. ഇതിൻ്റെ ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്ത് മാറിയാണ് അടുപ്പിച്ചത്. ഇനി ആ കാട്ടിക്കൂടെ നടന്ന് ആ ഒരു ഗ്രാമത്തിലോട്ട് പോകാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഈ പോകുന്നത്. ആ സമയത്താണ് വേറൊരു ബോട്ട് ഇവരെ അപ്രോച്ച് ചെയ്യുന്നത് കാണുന്നത്. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവര് ഈ ഒരു ചങ്ങാടവും പിടിച്ചുകൊണ്ട് ആ ബോട്ടിന്റെ കൂടെ ആ ഒരു ഗ്രാമത്തിലോട്ട് ഇവരെ കൊണ്ടുപോവാണ്. ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ. Tenemos que gritar, van hasta venir. ¿Vinieron? Sí, estábamos. Muchas gracias. Sí. ¿De dónde vienen ustedes? അങ്ങനെ ആ ഒരു ഗ്രാമത്തിലെത്തുന്നു. ആ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഇവന്റെ ഈ വീഡിയോ, ഈ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇവിടെ കറണ്ട് ഉണ്ട്. വെൻസിഡോർസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നാപ്പോ റിവറിൽ കൂടെയാണ് ഇവർക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കറണ്ട് ഉണ്ട്. ഇവിടെ പശുക്കളും കന്നുകാലികളും ഉള്ളൊരു അടിപൊളി വില്ലേജ് കേട്ടോ. ഇവിടെ ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ്
എനിക്ക് തോന്നുന്നു സ്റ്റാർലിങ്ങിന്റെ ഇന്റർനെറ്റ് ആണെന്ന് തോന്നുന്നു. ആൻഡ് ആ ഒരു വീഡിയോയ്ക്കകത്ത് ആ ഗ്രാമത്തിലുള്ള ഇവരുടെ സ്റ്റേയും പിന്നെ രാത്രിയിൽ ഹണ്ട് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ കാണിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിർത്തുന്നത്. അവിടെ നിന്നാണ് ലാസ്റ്റ് അപ്ഡേറ്റ്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സ്കെഡ്യൂൾഡ് ഫോട്ടോയും അല്ലെങ്കിൽ പോസ്റ്റും ഇട്ടിട്ടുള്ളത്. അതിനുശേഷം മേ ബി നെറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടായിരിക്കണം ഫോട്ടോസോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റാതെ പോയത്. അതിനുശേഷം ഇവർ മുൻപോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഇറങ്ങിയിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും നെക്സ്റ്റ് വീഡിയോ വന്നേനെ. ഇറങ്ങിയതിന് ശേഷം ഇന്റർനെറ്റ് ഉള്ള ഒരു ഗ്രാമത്തിൽ ഇവർ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കത്തില്ല. 2 days ആയി. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കൺസേൺസ് വെച്ചിട്ടായിരിക്കണം ഈ ഒരു പോസ്റ്റ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഷെയർ ചെയ്ത് പോയേക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഒരു മൂന്നാമതൊരാൾ എഴുതുന്നത് പോലാണ് എഴുതി വെച്ചേക്കുന്നത്. പുള്ളിയാണ് ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നതെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റ് എഴുതാമല്ലോ. ഇത് എഴുതിയേക്കുന്നുണ്ടല്ലോ, മഹീൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഫ്ലൈനിലാണ്. കണ്ടില്ലേ, ഒരു മൂന്നാമതൊരാൾ എഴുതുന്ന പോലാണ്. അദ്ദേഹത്തിൽ നിന്ന് അപ്ഡേറ്റുകൾ ഒന്നുമില്ല. ഇവിടെ 2-3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, നെറ്റില്ല, അതുകൊണ്ട് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. 3, എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് വിചാരിക്കാം. പ്രോബബ്ലി അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പോകുന്ന റൂട്ടാണ്. 3, പിന്നെ ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരു എൻഗേജ്മെന്റ് അക്കൗണ്ടിന് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് അത് കണക്കിലാക്കി ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ഒരു ചിന്തയിൽ തോന്നിയ ഒരു ഐഡിയ ആകാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഇവന്റെ ഈ ഒരു ട്രാവൽ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾക്കൊന്നും സ്വപ്നത്തിൽ പോലും ഇതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാര്യം പറയാമല്ലോ, എന്നെ കൊണ്ട് പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ കാബോ, ആ റെഡ് മാർക്ക് ചെയ്തേക്കുന്നതാണ് കാബോ പത്തങ്കോ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അവിടെ നിന്നാണ് ട്രാവൽ തുടങ്ങിയിരിക്കുന്നത്. ഇത് എവിടെയാണ് അവസാനിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇതാണ് റിവർ കേട്ടോ. ഈ റിവറിൽ കൂടി ഇങ്ങനെ പോയി ഇങ്ങനെ കുറെ ഉണ്ടല്ലോ. ഇത് തെറ്റുന്നില്ലേ? ഇതിങ്ങനെ വന്ന് വേണ്ടേ. ഇതാണ് ഇക്കറ്റോസ്. ഈ സ്ഥലമാണ് ഇക്കറ്റോസ്. അപ്പം ഇത്രയും ട്രാവൽ ചെയ്യണം. കണ്ടോ, ഇത് കാബോ പത്തങ്ക, അവിടുന്ന് ഇക്കറ്റോസിലോട്ട്. ഇതാണ് ഇക്കറ്റോസ്. ഇതാണ് ഇവരുടെ ട്രാവലിംഗ് റൂട്ട്. ആദ്യത്തെ ദിവസം ഇവർ ഏതാണ്ട് 6 മണിക്കൂർ കൊണ്ട് 24 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ആ ലാസ്റ്റ് വീഡിയോയിലുള്ള ആ ഒരു ഗ്രാമത്തിൽ ഇവർ എത്തിച്ചേരുന്നത്. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് മേ ബി ഒരു 2 daysനുള്ളിൽ തന്നെ പുള്ളി നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപകടം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലെങ്കിൽ പോലും എൻ്റെ ഒരു വിശ്വാസം അപകടമൊന്നും ഉണ്ടാവത്തില്ല. ഇവൻ ഇതുമല്ല, ഇതിൻ്റെ അപ്പുറം സർവൈവ് ചെയ്യുന്ന ഒരുത്തനാണ്. പിന്നെ കമന്റ് സെക്ഷനിൽ കണ്ടു ഇവന് നീന്തലൊന്നും അറിയത്തില്ല എന്ന്. അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. നീന്തൽ അറിയത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒഴുക്കി വല്ലതും വിട്ട് കഴിഞ്ഞാൽ വലിയ പാടുമാണ്. അത് വേറൊരു കാര്യം. പിന്നെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റാണ് ഈ ഒരു ഭീകരത സൃഷ്ടിച്ചത്. സോ എന്താണെങ്കിലും നോക്കാം. അവസാനം മറ്റേ പുലി വരുന്നേ പോലെ ആവുകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ, പുള്ളിയുടെ ആ ഒരു ലാസ്റ്റ് ഇട്ട ഒരു 4 വീഡിയോ അല്ലെങ്കിൽ ഒരു 3 വീഡിയോ ആ ഒരു വ്ലോഗ് ഒന്ന് കാണാൻ ശ്രമിക്കുക. പുള്ളിയുടെ ആ ഒരു എഫേർട്ട് നമുക്ക് മനസ്സിലാവും. ആ ഒരു എഫേർട്ട് അവൻ്റെ സംഭവിച്ചു കൊടുക്കണം. ഇത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരുത്തൻ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വേറെ വീഡിയോ. അപ്പം ശരി.